വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജിസ്റ്റ ഫാൻസി. അപ്പോൾ ഇന്നത്തേത് ഒരു കോട്ടൺ ഡ്രസ് ഹാളാണ്. ജൂലൈ മന്തിൽ ഞാൻ വാങ്ങിച്ചതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് ആണ്. ഇതെല്ലാം കോട്ടൺ ഡ്രസ്സസ് ആണ്. ഇതിനകത്ത് പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സസ് ഉണ്ട്, അതുപോലെ തന്നെ കാഷ്വൽ വെയർ ആയിട്ടുള്ള ഡ്രസ്സസും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു ഡ്രസ്സാണ് ഫസ്റ്റ് വൺ. ഇതൊരു വൈറ്റ് കോട്ടൺ ഡ്രസ്സാണ്. വൈറ്റ് കളറിലുള്ള കോട്ടൺ മെറ്റീരിയലിൽ ഇങ്ങനെ യെല്ലോ കളറിലുള്ള ബ്ലോക്ക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ടൈപ്പ് ബ്ലോക്ക് പ്രിന്റ് വരുന്ന ഡ്രസ്സസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ കുറേ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ കുറേ സ്ഥലത്ത് ഞാൻ നോക്കിയെടുത്തൊക്കെ മൽക്കോട്ടണിൽ വരുന്നതുണ്ട്. മൽക്കോട്ടണിൽ വരുന്നത് നല്ല റേറ്റിലാണ് വരുന്നത്. ഇത് മൽക്കോട്ടൺ അല്ല, സോഫ്റ്റ് ആയിട്ടുള്ള വേറൊരു കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച് അഫോർഡബിൾ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. ഇത് നല്ല ക്യാഷ് വെയർ ആയിട്ടൊക്കെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. എയർ ലൈൻ കട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ, മിഡി ലെങ്ത്തിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഞാൻ എടുത്തേക്കുന്നത് സ്മോൾ സൈസ് ആണ്. ഈ ഒരു സൈറ്റിൽ സൈസസ് ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് അയന എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ. ഞാൻ ഇനി ഇൻസ്റ്റഗ്രാമിൽ സജഷൻസ് കണ്ടപ്പോൾ വെബ്സൈറ്റിൽ കയറി വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, അഫോർഡബിൾ ആണ്. 1280 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചത്. ഷിപ്പിംഗ് ഫ്രീ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2-3 വട്ടം വാഷ് ചെയ്തു. അങ്ങനെ കളർ സ്പ്രെഡ് ഒന്നും ആവത്തില്ല. പക്ഷേങ്കിൽ വാഷ് ചെയ്യുമ്പോൾ ജെന്റിൽ വാഷ് ചെയ്യാൻ തന്നെ സൂക്ഷിക്കുക. എന്നാലേ മെറ്റീരിയൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. നമ്മൾ സോപ്പ് വെള്ളത്തിലൊക്കെ ഒത്തിരി മുക്കി വെച്ച് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ പെട്ടെന്ന് ഡാമേജ് ആവും. നന്നായിട്ട് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ജെന്റിൽ വാഷ് ചെയ്തെടുക്കുക. ഇങ്ങനത്തെ ഒരു ടൈപ്പ് നെക്കാണ് വരുന്നത്. ഒരു കോളർ ടൈപ്പിൽ വന്നിട്ട് വി നെക്കാണ് വരുന്നത്. ഇവിടെ ആയിട്ട് ചെറിയൊരു മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നെക്ക് ഒത്തിരി ഡീപ്പ് അല്ല, ബട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു നെക്കാണ്. 3/4 സ്ലീവ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ പാനൽ കട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. 3 പാനൽ കട്ടിംഗ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫിറ്റിലും കിടക്കും കേട്ടോ. ഈ ഒരു ഡ്രസ്സിന്റെ ഒരുപാട് കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സെയിം മെറ്റീരിയൽ തന്നെ പല പാറ്റേണിലും അവൈലബിൾ ആണ് കേട്ടോ. നെക്കിലൊക്കെ ലേസ് വെച്ചിട്ട് അങ്ങനെ പല പല പാറ്റേണിലും അവൈലബിൾ ആണ്. അപ്പോൾ സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ഡ്രസ്സ് ഇതാ, ഈ ഒരു കോട്ട ഡ്രസ്സാണ്. ഇതൊരു കൈൻഡ് ഓഫ് ബ്ലൂ കളറിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ. ഇതിന്റെ പാറ്റേൺ നെക്ക് ഇങ്ങനെ കയറിയ നെക്കാണ്. എന്നിട്ട് ഇങ്ങനെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. യോക്ക് പോർഷനിൽ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളേഴ്സിലുള്ള ഒരു മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. സ്ലീവ് ചെറിയൊരു പഫ് സ്ലീവ് ആണ്. അതിങ്ങനെ ലൂസ് ആയിട്ടാണ് എൻഡിൽ കിടക്കുന്നത്. എന്നിട്ട് എൻഡിൽ ആ ഒരു സെയിം കളർ പാറ്റേണിൽ ഇങ്ങനെ സ്കാലപ്പ് ഫിനിഷും പോയിട്ടുണ്ട് കേട്ടോ. യോക്ക് ഏരിയയിൽ ഇങ്ങനെ ഒരു കട്ട് വന്നിട്ട് അവിടെ ഫ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഗ്യാദേഴ്സ് വന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ മെറ്റീരിയൽ ഫ്ലെയർഡ് ആയിട്ട് വന്നേക്കുന്നത്. ബാക്ക് പോർഷനിലും സെയിം തന്നെയാണ് വന്നേക്കുന്നത്. നമുക്ക് ഇടാനൊക്കെ കംഫർട്ടബിൾ ആയിട്ട് സിബും കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. നല്ലൊരു കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ലെങ്ത് ഒക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ഇൻക ബൈ മിനുസിറ്റി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിന്നാണ്. ഞാനിത് വാങ്ങിച്ചത് 1900 ആ ഒരു റേഞ്ചിലാണ് വാങ്ങിച്ചത്. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 2300 ആ ഒരു റേഞ്ചിലാണ് തോന്നുന്നത്. 10 or 15% ഓഫർ വന്ന ടൈമിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ജെന്റിൽ വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ മെറ്റീരിയൽ ഡൈ ചെയ്ത മെറ്റീരിയലാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. കാഷ്വൽ ഔട്ടിങ്ങിനാണെങ്കിലും ചെറിയ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ഔട്ട്ഫിറ്റ് ആണ്. ഇതിൻ്റെയൊക്കെ ഒത്തിരി കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഡൈ ചെയ്ത് ആ ഒരു കളറിലേക്ക് ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കോ അല്ലെങ്കിൽ സ്ലീവോ എന്ത് കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിലും അതും പോസിബിൾ ആണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ഡ്രസ്സ് ഈ പറഞ്ഞതുപോലെ തന്നെ ഞാനിങ്ങനെ ബ്ലോക്ക് പ്രിന്റഡ് ഡ്രസ്സസ് അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു ഡ്രസ്സാണിത്. ഇതിങ്ങനെ വൈറ്റ് കളറിലുള്ള മെറ്റീരിയലിലൊരു പിങ്ക് കളറിൽ ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഈ കോട്ടൺ മെറ്റീരിയലിൽ തന്നെ ഒരു സെൽഫ് പ്രിന്റും പോകുന്നുണ്ട് കേട്ടോ. അതിലേക്കാണ് ഇങ്ങനെ ഈ ഒരു ബ്ലോക്ക് പ്രിന്റ് വന്നേക്കുന്നത്. ഈ നെക്കാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു പഫ് സ്ലീവ് ആണ്. എൻ്റെ ഇങ്ങനെ ഇലാസ്റ്റിക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്യിച്ചു. ഈ ഒരു വി നെക്കും ഈ ഒരു സ്ലീവ് ഞാൻ കസ്റ്റമൈസ് ചെയ്യിച്ചാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇങ്ങനെ അല്ലായിരുന്നു. ഇതൊരു എ ലൈൻ ഡ്രസ്സാണ്. ഫ്രണ്ടിൽ 3 പാനലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫിറ്റിങ്ങിൽ കിടക്കും. ബാക്ക് ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ബാക്കിൽ 3 പാനലൊന്നും വരുന്നില്ല. എ ലൈൻ ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതും അത്യാവശ്യം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം കാണിച്ച ഒരു ബ്ലോക്ക് പ്രിന്റ് ഡ്രസ്സില്ലേ, അതും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പോൾ എന്തായാലും സ്ലിപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ഇത് ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ക്യാഷ്വൽ ഔട്ടിങ്ങിനും അതുപോലെ തന്നെ കോളേജിൽ ഓഫീസിലൊക്കെ ആണെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ബെല്ല റോബ് ലേബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഞാൻ പലപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ള ഒരു പേജ് ഉണ്ടല്ലോ. അവരുടെ ക്യാഷ്വൽ കളക്ഷൻസിനായിട്ട് പുതിയൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. പേജ് നെയിം താഴെ കൊടുക്കാം കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കുർത്തയാണ്. 1100 ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത്. ലെങ്ത്തും ഫുൾ ലെങ്ത് ഉണ്ടായിരുന്നു. ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ട് കുറച്ച് ലെങ്ത് കുറച്ചിട്ടാണ് പറഞ്ഞത്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും ഇത് കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഇട്ട് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേ. അടുത്ത ഡ്രസ്സ് ഇതാ ഈ ഒരു ഓഫ് വൈറ്റ്
വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഭംഗിയുള്ള ഒരു കോട്ട മെറ്റീരിയൽ വന്ന ലെയേർഡ് ഡ്രസ്സാണ്. ഇതെന്റെ ബർത്ത്ഡേ ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാൻ ബർത്ത്ഡേക്ക് ഇട്ട ഒരു ഡ്രസ്സാണ്. റീൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ നേരത്തെ ഒരു ബ്ലൂ ഡ്രസ്സ് കാണിച്ചില്ലേ, ആ ഒരു സെയിം പേജിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചത്. ഇൻഗോ ബൈ മിന്നു സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിച്ചത്. ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്യിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ട് കസ്റ്റമൈസ് ചെയ്യിച്ച് വാങ്ങിച്ചതാണ്. ഇത് കോട്ട മെറ്റീരിയലിലാണ് വരുന്നത്. ഓഫ് വൈറ്റ് കളറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട മെറ്റീരിയലാണ് വരുന്നത്. സ്ലീവ് കണ്ടില്ലേ, ഈ ഒരു ടൈപ്പ് ഓഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത്. എൻഡിൽ ഇങ്ങനെ ലാസ്റ്റിക് വരുന്നുണ്ട്. നെക്ക് ഇങ്ങനെ കയറിയ ടൈപ്പ് നെക്കാണ്. ഫ്രിൽ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. യോക്ക് ഏരിയയിൽ ഇങ്ങനെ ഒരു കട്ട് വന്നിട്ട് യോക്ക് ഏരിയയിൽ ഭംഗിയുള്ള ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കളറിൽ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. ഇത് മെഷീൻ എംബ്രോയിഡറി ആണ് കേട്ടോ. എന്നിട്ട് 2 ലെയർ ആയിട്ടാണ് ഡ്രസ്സ് വരുന്നത്. നന്നായിട്ട് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഡ്രസ്സാണ്. ഫസ്റ്റ് ലെയർ ഇച്ചിരി ലെങ്ത് ആയിട്ട് വന്നിട്ട് നെക്സ്റ്റ് ലെയർ കുറച്ചുകൂടെ ഷോർട്ടായിട്ട് ആ ഒരു ടൈപ്പിലാണ് കേട്ടോ വരുന്നത്. ഇത് ഞാൻ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ പിക്ചേഴ്സൊക്കെ ഓൾറെഡി ഉള്ളത് ഷെയർ ചെയ്യാവേ. ഇതിൻ്റെ ബാക്കിൽ വരുന്നതും ആ ഒരു സെയിം തന്നെ. എന്നിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ വേണ്ടി ഇങ്ങനെ ഒരു സിപ്പും കൊടുത്തിട്ടുണ്ട്. ഓണത്തിനാണെങ്കിലും അല്ലെങ്കിൽ ബാപ്റ്റിസത്തിനാണെങ്കിലും ഇങ്ങനെ ഓഫ് വൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ഏത് ഫംഗ്ഷൻസിനാണെങ്കിലും ഇടാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നല്ലൊരു കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ജെന്റിൽ വാഷ് ചെയ്തെടുക്കുക. ഇതിന്റെ പ്രൈസും കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്. യൂഷ്വലി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്ന പാർട്ടി വെയർസിനേക്കാളും കുറച്ചുകൂടെ അഫോർഡബിൾ ആണ് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്. 2699 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക്സ് എല്ലാം ആഡ് ചെയ്യുന്നതായിരിക്കും. ഡ്രസ്സസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റീം അയൺ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇത് അയൺ ചെയ്യാം കേട്ടോ. അങ്ങനെ വൃത്തിയായിട്ട് അയൺ ചെയ്തിടുമ്പോൾ തന്നെയാണ് ഇതിന് കുറച്ചുകൂടെ ഭംഗി കൂടുക. ഞാനിത് ഇട്ടിട്ടുള്ള ഫോട്ടോസ് ആഡ് ചെയ്യാം. അതിനകത്ത് നല്ല ഭംഗിയിൽ ഇത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റീം അയൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഇത് അയൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ സ്റ്റീം അയണിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സാണ്. ഇതൊരു ക്രഷ്ഡ് കോട്ടൺ മെറ്റീരിയൽ വന്നേക്കുന്ന ഒരു ഡ്രസ്സാണ്. ഇങ്ങനെ ഒരു റൗണ്ട് നെക്കാണ് വന്നേക്കുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ പിൻടെക് ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. 4th സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിൽ ഇങ്ങനെ ഭംഗിയുള്ള ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെയിം ലേസ് തന്നെ ഈ ഒരു ഡ്രസ്സിന്റെ അടിഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സസ് ഒക്കെ ഇൻസ്റ്റാ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് കസ്റ്റമൈസേഷനും പോസിബിൾ ആണ്. ഈവൻ നെക്ക് വേറെ ടൈപ്പ് ആക്കണോ, വി നെക്ക് ആക്കണോ, അല്ലെങ്കിൽ കേറിയ ടൈപ്പ് നെക്ക് ആക്കണോ, അതെല്ലാം പോസിബിൾ ആണ്. അതുപോലെ തന്നെ സ്ലീവിന്റെ ലെങ്ത്, ഡ്രസ്സിന്റെ ലെങ്ത്, അതൊക്കെ പോസിബിൾ ആണ് കേട്ടോ. ഇതെനിക്ക് തഹാന എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്നാണ്. അപ്പം ഇവിടുന്ന് ഈ ഒരു പേജിൽ നിന്ന് ഞാൻ ഇതിന് മുന്നേ ഒരു ഡ്രസ്സ് വാങ്ങിച്ചതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വൈറ്റ് ഡ്രസ്സ്. അപ്പോൾ ആ ഒരു സെയിം പേജിൽ നിന്ന് തന്നെയുള്ള ഒരു ഡ്രസ്സാണിത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞാനിത് ഇട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പേജിനെ കോൺടാക്ട് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ ക്യാഷ്വൽ വെയർ ആയിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. നന്നായിട്ട് ജ്വല്ലറീസ് ഒക്കെ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സിന്റെ ലുക്ക് മാറ്റാം കേട്ടോ. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.